ഹലോ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനൊരു ബ്ലാക്ക് കുർത്തയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി ആണ് കാണിക്കുന്നത്. ഈ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് നമുക്കൊരു കുർത്തി എടുക്കാം. ഒരു ബ്ലാക്ക് കളർ കുർത്തി ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് കുറച്ച് നൂലുകളും ബീഡ്സും ഒക്കെ വേണം. ഞാനിവിടെ പല കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എംബ്രോയ്ഡറി റിങ് വേണം, നീഡിൽ വേണം, പിന്നെ ഒരു സിസറും വേണം നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റിങ് നമുക്ക് ഒന്ന് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. തുണിയിൽ എവിടെയാണോ എംബ്രോയ്ഡറി ചെയ്യുന്നത് അവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റിങ് രണ്ടെണ്ണം, അകത്ത റിങ് നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം വലിയ റിങ് മുകളിലും വെച്ച് കൊടുത്ത് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തുണിയൊക്കെ ഒന്ന് വലിച്ച് മുറുക്കി നന്നായിട്ട് വെച്ച് കൊടുക്കണം. അത് ടൈറ്റായിട്ടിരിക്കുമ്പോഴാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പം. ഇത് ഞാനിവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഒരു ചെറിയ ചോക്ക് പീസോ അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള ചോക്ക് വാങ്ങിയാൽ കിട്ടും. ഞാനിതിവിടെ വേറെ ചോക്കാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഡിസൈനോട് വരച്ച് കൊടുക്കാം. ഞാനിവിടെ അതങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനതിന് നീഡിലിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ഞാനത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഇങ്ങനെ നമുക്ക് ഫ്ലവറിൻ്റെ ഡിസൈന് ചെയ്തെടുക്കാം. പിന്നെ അത് നമുക്ക് എത്ര പെറ്റൽസിൻ്റെ ഇത് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. 6 7 എത്ര പെറ്റൽസ് വേണമെങ്കിലും നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ ഈ ഫ്ലവേഴ്സ് പല കളർ ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിങ്ക്, റെഡ്, പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് പോലത്തെ കളർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പെറ്റൽസിൻ്റെ വണ്ണം വേണമെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ പ്രാവശ്യം നമുക്ക് നൂല് ഉപയോഗിച്ചുള്ളത് ചെയ്യുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് 2 ലെയറായിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡെയ്സി ഫ്ലവർ പോലത്തെ ഒരു ഡിസൈനാണ്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ തയ്ച്ച് കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്. ഈ ഫ്ലവർ ഞാൻ നീഡിൽ താഴേക്ക് കുത്തി എടുത്ത് ചെയ്യുന്നതാണ്. ആദ്യം ചെയ്തത് ഞാൻ നീഡിൽ വലിച്ചെടുക്കാതെ ചെയ്തതാണ്. നമുക്ക് ഇത് പല രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഇത് തയ്യൽ ശരിക്കും അറിയാത്തവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. ഇങ്ങനെ ഞാനൊരു റെഡ് ഫ്ലവറും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് പെറ്റൽസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. പെറ്റൽസ് കുറയുമ്പോൾ കുറച്ച് ഭംഗിയേ ഉണ്ടായിരിക്കത്തുള്ളൂ. കുറച്ച് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ അതൊന്ന് നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലൊക്കെ ഓരോ ബീഡ്സും ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരും. ഇത് ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീഫ് പോലെ തോന്നിക്കുന്ന ഒരു തണ്ട് പോലെയൊക്കെ വരച്ച് കൊടുക്കാം. അതിന് ഞാനിവിടെ 2 കളർ ഗ്രീൻ നൂലെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഈ കളർ നൂലാണ്. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു തണ്ട് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് വേറൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നൂല് കോർത്തെടുത്തിട്ടുണ്ട് സൂചിയിൽ. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ അറിയാൻ പറ്റാത്ത ആൾക്കാർക്കും കൂടി ഒന്ന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ആണ് ഞാനിതിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം സൂചി കുത്തി എടുത്തതിന് ശേഷം അത് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു പകുതിക്ക് വെച്ച് ഞാൻ കുത്തിയെടുക്കുകയാണ്.
മനസ്സിലായോ? ഇനി അത് മുന്നോട്ട് കുത്തി വീണ്ടും പകുതിക്ക് വെച്ച് സൂചി വലിച്ചെടുക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ തണ്ടുകൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും, ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പിന്നെ നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനിത് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി അറ്റത്ത് ഞാനൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണേ. അതാദ്യം നമ്മൾ നൂല് അടിയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുത്തി നമ്മൾ കുറച്ച് ഒരകലം പാലിച്ചൊന്ന് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ നൂല് അതിന് അടിയിലേക്ക് കൊടുത്ത് ഇപ്പോൾ ഒരു പെറ്റൽ ഷേപ്പ് കിട്ടിയ കണ്ടോ, അതൊരു ചെറിയൊരു ലീഫ് പോലെ ഒരു ഷേപ്പാകും. അങ്ങനെ നമുക്കൊരു 3-4 എണ്ണം അവിടെ തയ്ച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്ത് വരുമ്പം നമുക്ക് അന്നേരം തോന്നുന്ന ഐഡിയയിലാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ ഞാനിതൊരു പിക്ചർ നോക്കിയോ ഒന്നും ചെയ്യുന്നതല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഒരു ഇതിലേക്ക് ട്രേസ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഞാൻ അല്ലാതെ എളുപ്പം ചെയ്യാവുന്ന ഒരു രീതി വെറുതെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ എല്ലാം സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ബീഡ്സ് കൊടുക്കുക. അതിന് ഞാനിവിടെ ഒരു ചെറിയ നീഡിലാണ് എടുത്തത്, 0 സൈസ് നീഡിലാണ്. അത് നമ്മളെടുത്തിട്ട് ഈ ബീഡ് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ കളർ ബീഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്ത് തീർക്കാം. പല കളർ ബീഡ്സോ ഗോൾഡൻ കളർ ബീഡ്സോ വൈറ്റോ ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ ചെറിയത് ഈ ബീഡ്സ് മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കളർ കൊടുക്കുന്നത്. ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി നെക്കിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു തണ്ട് പോലെ കൊടുത്തിട്ടുണ്ട്, ലീഫ് പോലെയൊക്കെ ചെറിയ രീതിയിൽ. ഞാൻ മുമ്പേ കാണിച്ച ആ തയ്യൽ തന്നെയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് സൈഡിലോട്ടും കൂടെ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ, തണ്ട് പോലെ. അത് ഞാൻ നെക്കിലവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓരോ മുട്ടുകൾ പോലെ ഫ്ലവർ ഞാനതവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് മുമ്പേ ഞാനൊരു ലീഫ് ചെയ്യുന്ന കാണിച്ചില്ലേ, അതുപോലെയാണ് ഞാൻ ആ ഫ്ലവർ അവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ സൈഡിലും കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ 2 സൈഡിലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ആ ഫ്ലവറിൻ്റെ ഡിസൈൻ ഇപ്പുറത്തെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫുള്ളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇനിയും ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇത് ഇത്ര ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഈ ചെയ്തതിൽ എനിക്ക് നെക്കിൻ്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ സിമ്പിളാണ്, ആർക്ക് വേണേലും ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. തയ്യൽ അറിയണം എന്നൊന്നുമില്ല ഇതിന് വേണ്ടിയിട്ട്. ബ്ലാക്കിലും വൈറ്റിലും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം.